തുടർന്ന് 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിജയത്തിലേക്ക് നയിക്കുന്നത് ദൈവം. ന്യായപ്രമാണത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് കൃപയുടെ പ്രമാണം. കൃപയാൽ മാത്രമേ നമുക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതം സാധ്യമാകൂ. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു എന്ന് യോഹന്നാൻ 1:17 വായിക്കുന്നു. മോശ മുഖാന്തരം നൽകപ്പെട്ട പ്രമാണം കുറവുള്ളതായിരുന്നുവെന്ന് എബ്രായർ 8:7 എഴുതിയിട്ടുണ്ട്. കുറവെന്നത് തെറ്റെന്ന അർത്ഥത്തിലല്ല, അപര്യാപ്തത എന്ന അർത്ഥത്തിലാണിത് ഉപയോഗിച്ചിട്ടുള്ളത്. ന്യായപ്രമാണം പാപത്തെക്കുറിച്ച് മനുഷ്യരെ ബോധവാന്മാരാക്കിയെങ്കിലും നീതിവഴികളിൽ നടക്കുവാൻ അവരെ സഹായിച്ചില്ല. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അനുസരിച്ച് നടക്കണം എന്ന് മോശ കൽപ്പിച്ച അവസരങ്ങളിൽ അതൊക്കെയും പ്രമാണിക്കുമെന്ന് ജനങ്ങൾ മറുപടി നൽകിയതായി പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ പാലിക്കും എന്ന് പറഞ്ഞെങ്കിലും അവർക്കതിൽ നിലനിൽക്കുവാൻ കഴിഞ്ഞില്ല എന്ന് എബ്രായർ 8:9 നാം കാണുന്നു. ദീർഘവർഷങ്ങൾ ശ്രമിച്ചിട്ടും ദൈവവഴികളിൽ ശരിയായി നടക്കുവാൻ കഴിവില്ലാതെ ന്യായപ്രമാണത്തിൻ്റെ മുമ്പിൽ കുറ്റക്കാരായി അവർ തീർന്നു. ഈ സാഹചര്യത്തിലാണ് ഞാനൊരു പുതിയ നിയമം ഇനി ചെയ്യുവാൻ പോകുന്നു എന്ന് ദൈവം അരുളി ചെയ്യുന്നത്. ആ പുതിയ പ്രമാണത്തെക്കുറിച്ച് എഹെസ്കേൽ 36:25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. കൃപയുടെ ഈ പുതിയ പ്രമാണത്തിൽ പഴയ പ്രമാണത്തിലെ നിങ്ങൾ പ്രമാണിക്കണം എന്നതിന് പകരം ഞാൻ ചെയ്യും എന്നാണ് കാണുന്നത്. ഞാൻ നിർമ്മല ജലം തളിക്കും, ഞാൻ മലിനതയെ നീക്കും, ഞാൻ പുതിയ ഹൃദയം തരും, ഞാൻ പുതിയ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും എന്നിങ്ങനെ ഇവയെല്ലാം നാം ചെയ്യുന്നതായിട്ടല്ല, ദൈവം തന്നെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ ചെയ്യും എന്നൊക്കെ ജനം പറഞ്ഞെങ്കിലും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അതിനാൽ ഞാനൊരു കാര്യം ചെയ്യും എന്ന് ദൈവം പറയുന്നു. ന്യായപ്രമാണത്താൽ സാധിക്കുവാൻ കഴിയാത്ത കാര്യം ദൈവം സാധിപ്പിക്കുകയാണിവിടെ. നാം നേരത്തെ ചിന്തിച്ചിട്ടുള്ളതുപോലെ ക്രിസ്തീയ ജീവിതം ഞാൻ എൻ്റെ ശക്തിയിൽ നിവർത്തിക്കുന്ന ഒന്നല്ല, ദൈവം തന്നെ നിവർത്തിക്കുന്നതാണ്. നേരത്തെ ജനത്തിന് കൽപ്പനകൾ അനുസരിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ ഇതാ പുതിയൊരു പ്രമാണം. ഇതനുസരിച്ച് ചട്ടങ്ങളിൽ നാം നടക്കുവാൻ കഴിവുള്ളവരാണ് എന്നല്ല, നമ്മെ നടക്കുമാറാക്കും, അപ്പോൾ നാം നടക്കും എന്നാണ്. ബലഹീനരെ ശക്തീകരിക്കുന്ന, നടക്കുവാൻ കഴിയാത്തവരെ നടത്തുമാറാക്കുന്ന ദൈവകൃപ നമുക്കിവിടെ കാണുവാൻ കഴിയും. ക്രിസ്തീയ ജീവിതം നാം നടക്കുന്നതല്ല, അവൻ നടത്തുന്നതാണ്. അതിനാൽ ഈ പുതിയ നിയമകാലത്ത് ദൈവകൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും എന്നതാണ് വ്യക്തമാക്കുന്നത്. ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണത്തിൽ പ്രാധാന്യം നൽകുന്നത് ബാഹ്യമായ പ്രവൃത്തികൾക്കും കർമാചാരങ്ങൾക്കുമാണ്. എന്നാൽ കൃപയിലാകട്ടെ ആന്തരിക ശുദ്ധിക്കാണ് പ്രാധാന്യം. ദൈവം യേശുക്രിസ്തു മുഖാന്തരം തനിക്ക് പ്രസാദമുള്ളത് നമ്മിൽ നിവർത്തിക്കുമെന്ന് എബ്രായർ 13:21 വായിക്കുന്നു. ഫിലിപ്പർ 2:13 ശ്രദ്ധിക്കുക. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങൾ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. രണ്ട് കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് ദൈവം പ്രവർത്തിക്കുന്നു. ഒന്ന്, ഇച്ഛിക്കുക, ദൈവവഴിയിൽ നടക്കുവാനുള്ള ആഗ്രഹം. രണ്ടാമത്തേത്, പ്രവർത്തിക്കുക, അപ്രകാരം നടക്കുവാനുള്ള കഴിവ്. ഇത് രണ്ടും ദൈവം ചെയ്യുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഗ്രഹം നോക്കുക. ഞാൻ എൻ്റെ സ്വയശക്തിയിൽ ആശ്രയിച്ച് നടക്കുവാൻ ശ്രമിക്കുകയല്ല, കർത്താവ് ആഗ്രഹവും കഴിവും തന്ന് നടത്തുകയാണ്. ഈ നടത്തുന്ന, സഹായിക്കുന്ന കരമാണ് ഒരു വിശ്വാസിയുടെ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ രഹസ്യം. കൃപയ്ക്ക് അധീനരായവരുടെ മേൽ പാപം ഇനി വാഴേണ്ട ആവശ്യമില്ലെന്ന് റോമർ 6:14 നിന്ന് നാം നേരത്തെ കാണുകയുണ്ടായല്ലോ. എന്തുകൊണ്ട്? ബലഹീനരായ നമ്മെ വിശുദ്ധരായി ജീവിക്കുവാൻ സഹായിക്കുന്ന ദൈവകൃപയുണ്ട്. ന്യായപ്രമാണം കൽപ്പനകൾ കൊടുത്തതല്ലാതെ അത് പ്രമാണിക്കുവാനുള്ള കഴിവ് നൽകിയില്ല. മിസ്രൈമിൽ അടിമകളായിരുന്ന ഇസ്രയേൽ മക്കളോട് ഇഷ്ടിക ഉണ്ടാക്കണം, പക്ഷേ വൈക്കോൽ തരികയില്ല എന്ന് ഫറവോൻ പറഞ്ഞതുമായി നമുക്കിത് താരതമ്യപ്പെടുത്താം. എന്നാൽ യേശുക്രിസ്തുവിലൂടെ വന്ന കൃപയുടെ മാർഗം അനുസരിക്കുവാൻ കഴിവ് തന്നുകൊണ്ട് കൽപ്പിക്കുന്നതാണ്. അഥവാ വൈക്കോൽ തന്നിട്ട് ഇഷ്ടിക ഉണ്ടാക്കുവാൻ പറയുന്നതിന് തുല്യമാണ്. വൈക്കോൽ ഉണ്ടെങ്കിൽ ഇഷ്ടിക ഉണ്ടാക്കുന്നത് പ്രയാസമല്ലല്ലോ. യേശുക്രിസ്തു ഒരു കാര്യം ചെയ്യുവാൻ ദൈവവചനത്തിൽ കൂടി നമ്മോട് ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യുവാനുള്ള കഴിവ് കൂടി നൽകിക്കൊണ്ടാണ് ആവശ്യപ്പെടുന്നത് എന്നർത്ഥം. യോഹന്നാൻ 5:38 വർഷം രോഗിയായി കിടന്ന മനുഷ്യനോട് കിടക്കെടുത്ത് നടക്കണമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവനെ സംബന്ധിച്ച് അസാധ്യമായ, കഴിഞ്ഞ 38 വർഷങ്ങൾ ശ്രമിച്ചിട്ടും സാധിക്കാത്ത ഒരു കാര്യമാണ് ക്രിസ്തു ആവശ്യപ്പെട്ടത്. എന്നാൽ ആ കൽപ്പനകളിൽ കൂടെ നടക്കുവാനുള്ള കഴിവും അവന് നൽകപ്പെട്ടു. അതിനാൽ അവൻ ക്ഷണത്തിൽ തന്നെ നടന്നു. കൃപയുടെ കീഴിലുള്ള ജീവിതവും ഇങ്ങനെ തന്നെയാണ്. ദൈവവചനത്തെ ഒരു ഭാരമുള്ള ഇരുമ്പ് കട്ടിയോട് ഉപമിച്ചാൽ അതെടുത്ത് പൊക്കുവാൻ ന്യായപ്രമാണ കാലത്ത് ഞാൻ എത്ര ശ്രമിച്ചിട്ടും അതിൻ്റെ ഭാരം കാരണം സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ആ കൽപ്പന അനുസരിക്കുവാൻ ഞാൻ മുൻപോട്ട് വരുമ്പോൾ മൂന്നാമതൊരു കരം, ദൈവത്തിൻ്റെ കരം തന്നെ ഭാരമുള്ള ഇരുമ്പ് കഷ്ണത്തിൻ്റെ അടിയിൽ വന്ന് താങ്ങി
അതുയർത്തുവാൻ എന്നെ സഹായിക്കുന്നു. ഇപ്പോൾ എനിക്കത് സാധിക്കും, കാരണം എന്നെ സഹായിക്കുന്ന മൂന്നാമത്തെ കരമുണ്ട് എന്നതിനാൽ തന്നെ. ഈ വലിയ കൃപ ഇന്ന് ധാരാളമായിട്ടുള്ളതിനാൽ എനിക്ക് വിജയകരമായി ജീവിക്കുവാൻ സാധിക്കും. തത്സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനായി കൃപാസനത്തിനടുത്ത് ചെല്ലുക എന്ന് എബ്രായർ 4:16 നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഏത് വലിയ പരീക്ഷയുടെ മുഖത്തും ദൈവകൃപ പ്രാപിച്ച് വീഴാതിരിക്കാൻ നമുക്ക് സാധിക്കും. തത്സമയം എന്ന് പറയുന്നത് വീഴുന്നതിന് മുമ്പാണ്, വീണ ശേഷമല്ല. വെള്ളത്തിന്മേൽ നടന്ന പത്രോസ് മുങ്ങുവാൻ തുടങ്ങിയപ്പോൾ കർത്താവിനോട് നിലവിളിച്ചു. കർത്താവ് അവരെ കൈനീട്ടി പിടിച്ചു. തക്ക സമയത്ത് കർത്താവ് അവരെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ മുങ്ങിയ ശേഷമല്ല, മുങ്ങുന്നതിന് മുമ്പ് തന്നെ സഹായിച്ചു എന്നാണല്ലോ അർത്ഥം. വീണ് കഴിഞ്ഞുള്ള ദൈവകൃപ മാത്രമേ അനേകർക്കും അറിയാവൂ. എന്നാൽ വീഴുന്നതിന് മുമ്പ് കൃപ പ്രാപിച്ചാൽ വീഴാതിരിക്കാം. വീണുപോയാലും ദൈവകൃപ മൂലം മടങ്ങി വരാം, എങ്കിലും വീഴേണ്ട ആവശ്യമില്ല. അസാധ്യം സാധ്യമാകുന്നു. നമ്മെ പാപത്തിൽ വീഴാതെ സൂക്ഷിക്കുവാൻ, പാപങ്ങളുടെ മേൽ നമുക്ക് വിജയം നേടിത്തരുവാൻ, നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളെ സാധിപ്പിക്കുവാൻ ദൈവകൃപയുണ്ട്. താഴ്മയുള്ളവർക്കാണ് ദൈവം കൃപ നൽകുന്നതെന്ന് 1 പത്രോസ് 5:5 എഴുതിയിരിക്കുന്നു. നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കി നമ്മുടെ സ്വയത്താൽ ക്രിസ്തീയ ജീവിതം സാധ്യമല്ലെന്ന് സമ്മതിച്ച് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ ദൈവകൃപ നമുക്ക് ലഭിക്കുന്നു. എന്നെക്കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് ഇതെന്ന് ദൈവവചനത്തിലെ ഒരു പ്രമാണത്തെക്കുറിച്ചും ഇനി പറയാൻ ആവശ്യമില്ല. സകലവും സാധിപ്പിക്കുന്ന ദൈവകൃപ ഇന്ന് ലഭ്യമാണ്. കൃപാസനത്തിനടുത്ത് ചെന്ന് ആ കൃപ പ്രാപിച്ച് പുതിയ നിയമം പഠിപ്പിക്കുന്നത് പോലെയുള്ള വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാം. അധ്യായം 6 കൃപാസനത്തിങ്കിലേക്ക് ചെല്ലുക എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ആവശ്യമായ ദൈവകൃപ നമുക്കിന്ന് ലഭ്യമാണ്. നാം അത് കൃപാസനത്തിൽ ചെന്ന് പ്രാപിച്ചാൽ മാത്രം മതി. ഈ കൃപ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നാം പലപ്പോഴും പരാജയത്തിൻ്റെ ജീവിതം നയിക്കുന്നത്? മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. 1 കൊരിന്ത്യർ 10:13. പരീക്ഷയുള്ള ബന്ധത്തിൽ 2 പ്രത്യേക കാര്യങ്ങൾ ഈ വാക്യത്തിൽ പറയുന്നുണ്ട്. 1, ദൈവം വിശ്വസ്തനാകിയാൽ സഹിപ്പാൻ കഴിയാത്ത പരീക്ഷ എനിക്ക് നേരിടുവാൻ ദൈവം സമ്മതിക്കുകയില്ല. 2, എനിക്ക് വരുവാൻ ദൈവം അനുവദിക്കുന്ന സകല പരീക്ഷകളോടും കൂടെ പോക്കുവഴിയും ദൈവം ഉണ്ടാക്കും. അതിനാൽ എനിക്ക് വരുന്ന സകല പരീക്ഷകളെയും എനിക്ക് ജയിക്കുവാൻ കഴിയും. എൻ്റെ ആത്മീയ നിലവാരം അനുസരിച്ച് എനിക്ക് നേരിടുവാൻ കഴിയാത്ത പരീക്ഷകൾ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അവയൊന്നും എൻ്റെ നേരെ വരുവാൻ ദൈവം അനുവദിക്കുകയില്ല എന്നും എനിക്കറിയാം. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് 5-ാം ക്ലാസ്സിലെ ചോദ്യം ദൈവം ചോദിക്കുകയില്ല. എനിക്ക് വരുന്ന ഒരു പരീക്ഷയിലും ഞാൻ തോറ്റുപോകേണ്ട ആവശ്യമില്ല. ഞാൻ തോൽക്കുന്നെങ്കിൽ അത് ദൈവം ഒരുക്കുന്ന പോംവഴി ഞാൻ സ്വീകരിക്കാത്തതുകൊണ്ട്, അഥവാ കൃപാസനത്തിൽ ചെന്ന് ഞാൻ ആവശ്യമായ കൃപ പ്രാപിക്കാത്തതുകൊണ്ട് മാത്രമായിരിക്കും. ഈ വിഷയം വിശദീകരിക്കുവാൻ ഒരു ദൈവദാസൻ പറയാറുള്ള ഒരു ഉദാഹരണം ഇവിടെ കുറിക്കട്ടെ. ഇന്നൊരു അവധി ദിവസമാണെന്ന് കരുതുക. ഇക്കാലങ്ങളിൽ പല വിശ്വാസികളും ചെയ്യുന്നത് പോലെ രാവിലെ എഴുന്നേറ്റ് വേദപുസ്തകം വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാതെ മറ്റ് മാസികകളോ പുസ്തകങ്ങളോ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവാത്മാവ് എന്നെ ഓർപ്പിക്കുന്നു, നീ ഇന്ന് ദൈവവചനം വായിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, ജീവിക്കുവാൻ ആവശ്യമായ കൃപ പ്രാപിച്ചില്ല. അതുകൊണ്ട് നിൻ്റെ വായന നിർത്തി ദൈവസന്നിധിയിൽ ഇരിക്കുക. എൻ്റെ മാസിക വായനയിലുള്ള താല്പര്യം കൊണ്ട് ഞാനത് നിർത്താൻ മനസ്സില്ലാതെ വായന തുടരുന്നു. കുറേ കഴിഞ്ഞ് ചില അതിഥികൾ വീട്ടിൽ വന്ന് വളരെ നേരം സംസാരിച്ചിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയും വായനയും നടന്നുമില്ല. ഉച്ചകഴിഞ്ഞൊരു പരീക്ഷ എൻ്റെ വഴിക്ക് വരുന്നു. ഞാനതിന് കീഴ്പ്പെട്ട് പാപത്തിൽ വീഴുന്നു. ഇതിനെ സംബന്ധിച്ച് അറിയുന്ന സഹവിശ്വാസികളോട് സ്വാഭാവികമായി ഞാൻ കൊടുക്കുന്ന വിശദീകരണം എന്തായിരിക്കുമെന്നറിയാമോ? സഹോദര, എൻ്റെ ഒരു ബലഹീന നിമിഷത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു. ആ പരീക്ഷ വളരെ ശക്തിയുള്ളതായിരുന്നതിനാൽ എനിക്കതിനെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ഏതായാലും നാം ഈ ജഡത്തിലല്ലേ വസിക്കുന്നത്. ഇതൊക്കെ ആർക്കും സംഭവിച്ചു പോകാവുന്നതാണ്. ഈ ന്യായം വളരെ സ്വീകാര്യമായി മിക്കവാറും വിശ്വാസികൾക്ക് തോന്നുകയും ചെയ്യും. ഇവിടുത്തെ ധ്വനി എനിക്ക് സഹിക്കുവാൻ കഴിയാത്ത പരീക്ഷയായിരുന്നു അതൊന്നും, എൻ്റെ ബലഹീനതയിൽ വീഴുകയല്ലാതെ നിവൃത്തിയില്ലായിരുന്നുവെന്നും ആണ്. എന്നാൽ വാസ്തവമോ അന്ന് രാവിലെയും ദൈവസന്നിധിയിലിരുന്ന് കൃപ പ്രാപിക്കുവാൻ ദൈവാത്മാവ് ഓർപ്പിച്ചതാണ്. എന്നാൽ അത് ഞാൻ കൂട്ടാക്കാത്തതുകൊണ്ടാണ് ഞാൻ വീണത്. പരീക്ഷ ശക്തമായിരുന്നതിനാലോ തോൽപ്പിക്കുവാൻ കഴിയുന്നതിനു മീതെ ആയിരുന്നതിനാലോ അല്ല, കൃപ പ്രാപിക്കാത്തതിനാലാണ് ഞാൻ വീണത് എന്നത് വ്യക്തം. ഇത് സമ്മതിക്കുവാൻ പലപ്പോഴും നാം തയ്യാറല്ലാത്തതിനാൽ മാനുഷിക ബലഹീനത എന്നൊരു ന്യായം നാം ഉപയോഗിച്ചു വരുന്നു. പാപത്തിൻ്റെ ഓമനപ്പേര്, അത് ചിന്തിക്കാം. അനേകരും തങ്ങളുടെ പാപത്തിന് ബലഹീനത എന്ന പേര് നൽകുന്നു. അത് ശരിയല്ല. എബ്രായർ 4:15 നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് നാം വായിക്കുന്നു. നാം പാപം ചെയ്താലും കർത്താവ് സഹതാപത്തോടെ അത് കാണും എന്നാണിത് അർത്ഥമാക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ബലഹീനത എന്ന് പറഞ്ഞാൽ പാപമല്ല, മാനുഷിക പരിമിതി മാത്രമാണ്. മനുഷ്യൻ എന്ന നിലയിൽ നമുക്കുള്ള പരിമിതികളെ കർത്താവ് മനസ്സിലാക്കി നമ്മോട് ഇടപെടും. പാപത്തിൽ കർത്താവ് സഹതപിക്കും എന്നല്ല അതിൻ്റെ അർത്ഥം.
ആരുടെയും ഒരു പാപത്തിലും കർത്താവിന് സഹതാപമില്ല എന്ന് വ്യക്തമായി നാം മനസ്സിലാക്കിയിരിക്കണം. മാനുഷിക ബലഹീനതയെ പാപം ചെയ്യുന്നതിനുള്ള ന്യായമായി നാം പറയുവാൻ പാടുള്ളതല്ല. കാരണം നാം ബലഹീനരായതുകൊണ്ടാണ് ദൈവം തൻ്റെ കൃപ തന്ന് നമ്മെ ശക്തീകരിക്കുന്നത്. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നാണല്ലോ കർത്താവ് പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞത്. ബലഹീനതയ്ക്ക് പരിഹാരമാണ് ദൈവകൃപ. ഈ ദൈവകൃപ വന്നു കഴിഞ്ഞു, നമ്മുടെ ബലഹീനതയ്ക്ക് ആത്മാവ് തുണ നിൽക്കുന്നു എന്ന് റോമർ 8:26 നാം വായിക്കുന്നുണ്ടല്ലോ. ബലഹീനതയിൽ ദൈവം നമുക്ക് കൃപ നൽകും. നോക്കുക, നമ്മുടെ ബലഹീനതയിൽ നമ്മെ താങ്ങി നടത്തുവാനായി കർത്താവ് നമ്മുടെ മഹാപുരോഹിതനായിട്ട് കൃപാസനത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ജീവിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിക്കുന്നവൻ മാത്രമല്ല, നമ്മെ സൂക്ഷിക്കുന്നവൻ കൂടിയാണ്. ദൈവം കാണിക്കുന്ന കൃപ രക്ഷിക്കുന്ന കൃപ മാത്രമല്ല, നിലനിർത്തുന്ന കൃപ കൂടിയാണ്. കർത്താവ് ലൂക്കോസ് 15 പറഞ്ഞ കാണാതെ പോയ ആടിൻ്റെ ഉപമയിൽ ആ ആടിനെ ഇടയൻ കണ്ടെത്തുന്നത് നമ്മെ രക്ഷിക്കുന്നതിനോട് തുല്യമായി നമുക്ക് ചിന്തിക്കാം. എന്നാൽ രക്ഷിച്ച ഇടയൻ ആടിനെ അവിടെ വിട്ടേച്ച് പോവുകയല്ല, വീട്ടിലെത്തോളം അതിനെ തോളിലേന്തി ചുമക്കുകയും കൂടെ ചെയ്യുന്നവനാണ്. ഇതാണ് ഇന്ന് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷ. ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാനായി ഒരിക്കൽ പ്രത്യക്ഷനായ ക്രിസ്തു ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസേനയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചതെന്ന് എബ്രായർ 9:26-24 വാക്യങ്ങളിൽ പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ്. ഇന്ന് ഒരു വിശ്വാസിക്ക് വീഴാതെ വിജയകരമായി ജീവിക്കുവാൻ ആവശ്യമായ ദൈവകൃപ പ്രദാനം ചെയ്യുവാൻ, തൻ്റെ മക്കളെ ഈ ഭൂമിയിൽ താങ്ങി നിർത്തുവാൻ കൃപാസനത്തിൽ കർത്താവ് ജീവിക്കുന്നു. ആ കൃപാസനത്തിൻ്റെ അടുത്ത് ചെന്ന് ഓരോ വിഷയത്തിനും ആവശ്യമായ കൃപ പ്രാപിക്കുവാൻ എബ്രായർ 4:16 നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 1 യോഹന്നാൻ 2:1 ശ്രദ്ധിക്കുക, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പാപം ചെയ്യാതെ നമ്മെ കാക്കുവാൻ, പരീക്ഷയോടുകൂടെ പോക്കുവഴി തന്ന് വീഴാതെ നമ്മെ സൂക്ഷിക്കുവാൻ കർത്താവ് ശക്തനായതുകൊണ്ടാണ് പാപം ചെയ്യാതിരിക്കണമെന്ന് പറയുന്നത്. എന്നാൽ ഒരുവൻ പാപം ചെയ്തുവെങ്കിൽ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. പാപം ചെയ്യാം എന്ന് അനുവാദം തരികയല്ല ഇവിടെ. വല്ല കാരണവശാലും സംഭവിച്ചു പോയാൽ അതിന് പരിഹാരമുണ്ട്. എന്നാൽ മുൻകൂറായി കൃപ ലഭിക്കുവാൻ സാധ്യതയുള്ളപ്പോൾ നാം പാപം ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി നമ്മെ സഹായിക്കുന്ന ഒരു കാര്യസ്ഥനുണ്ട്. പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട സത്യം, നമ്മെ സഹായിക്കുവാൻ ആശ്വാസപ്രദൻ എന്ന കാര്യസ്ഥനെ കർത്താവ് നമ്മോടുകൂടെ ഇരിക്കുവാൻ തന്നിട്ടുണ്ട് എന്നതാണ്. അത് പരിശുദ്ധാത്മാവാം ദൈവം തന്നെയാണ്. ആശ്വാസപ്രദൻ എന്നുപയോഗിച്ചിരിക്കുന്ന വാക്കിന് സഹായി എന്നർത്ഥമുണ്ട്. എന്നെ തുണയ്ക്കുന്ന, സഹായിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന ഒരുവൻ എൻ്റെ കൂടെയുണ്ട്. അവൻ എന്നിൽ വസിക്കുന്നു. നമ്മെ വീഴാതെ സഹായിക്കുവാൻ അവന് കഴിയും. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ജീവിച്ചാൽ നാം പാപം ചെയ്യുവാൻ ആവശ്യം വരികയില്ല. ഇവിടെ പാപം ചെയ്തേ തീരൂ എന്ന് പറയുവാൻ ആവശ്യമുള്ള ഒരു അടിയന്തര ഘട്ടവും ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അതിനാൽ ഒരു പരിതസ്ഥിതിയിലും ഞാൻ പാപത്തിന് അടിമപ്പെടേണ്ട ആവശ്യമില്ല എന്നാണല്ലോ വരുന്നത്. ഇത് അനേക വിശ്വാസികളും മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ഗൗരവമായി എടുക്കാത്ത ഒരു സത്യമാണ്. അതിനാൽ രക്ഷിക്കപ്പെട്ടിട്ട് അനേക വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും പരാജയപ്പെട്ട് തന്നെ അവർ ഇന്നും ജീവിക്കുന്നു. ഇത്രയൊക്കെ സാധിക്കൂ എന്നും അവർ ചിന്തിക്കുന്നു. ഇത് സംബന്ധിച്ച് തെറ്റായ ഒരു ധാരണ ചിലർക്കുണ്ടാകുവാൻ സാധ്യതയുണ്ട്. അത് പാപം ചെയ്യുവാൻ കഴിയാത്ത, പരീക്ഷകൾ ഉണ്ടാകാത്ത പാപരഹിത പൂർണ്ണത നാം പ്രാപിക്കുമെന്നത് സംബന്ധിച്ചാണ്. അനേക ദുരുപദേശങ്ങൾ ഈ ചിന്താഗതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. നാം ഈ ജഡത്തിൽ വസിക്കുന്ന കാലത്തോളം പാപം ചെയ്യുവാൻ കഴിയാത്ത ഒരവസ്ഥ നമുക്ക് കൈവരുന്നില്ല. പാപം ചെയ്യാതെ ജീവിക്കുക എന്ന് പറയുമ്പോൾ പരീക്ഷകളുടെ മേൽ വിജയം ലഭിച്ച് പരീക്ഷകൾക്ക് കീഴ്പ്പെടാതെ ജീവിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. കർത്താവ് വന്ന് നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നതുവരെ പാപത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും ഉള്ള ഒരു ലോകത്തിലും പാപം ചെയ്തു പോകുവാൻ സാധ്യതയുള്ള ഒരു ശരീരത്തിലുമാണ് നാം ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ നേരെ വരുന്ന പരീക്ഷകളോട് തോൽക്കാതെ ദൈവകൃപയാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അതിനെ ജയിച്ച് ജീവിക്കുവാൻ കഴിയും എന്നേ പുതിയ നിയമം പഠിപ്പിക്കുന്നുള്ളൂ. അതാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതം. നാം ഭൂമിയിൽ വെച്ച് സാധിക്കണമെന്ന് ദൈവം ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾക്കായി പരിശ്രമം കഴിച്ച് നിരാശപ്പെടാതെ നമുക്ക് കൃപയാൽ സാധ്യമായി തീരുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുക എന്നതാണ് അഭികാമ്യം. ദൈവം നമുക്ക് നൽകുന്ന വെളിച്ചത്തോട് 100% വിശ്വസ്തത പുലർത്തി തെറ്റാണെന്നറിയാവുന്ന സർവ്വകാര്യങ്ങളെ ഉപേക്ഷിച്ച് ദൈവവചനത്തിൽ നാം അനുസരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ള സകലതും അനുസരിച്ച് നമുക്ക് ജീവിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ.